ൗന്നര്യം നോക്കിയാൽ, സ്നേഹം നോക്കിയാൽ, ലാവണ്യം നോക്കിയാൽ, ലാളന നോക്കിയാൽ, സാഹോദര്യം നോക്കിയാൽ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് മുഴുവനും തരാൻ മദീനയുടെ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും നമുക്ക് തരികയാണ്, എന്ത് ആവശ്യപ്പെട്ടാലും നമുക്ക് തരികയാണ്. ഒന്നിനും ഒരു കുറവ് ഇവിടെ അനുഭവപ്പെടുന്നില്ല. ലോകത്തിന്റെ മാണിക്യ മുത്തു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ജീവന്റെ ജീവനായി നിറച്ചു വെക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, എവിടം വരെ നീ ഇഷ്ടപ്പെടുകയാണ് ഉമറേ? ഏതു ഭാഗം വരെ, ഏതറ്റം വരെ? അളവ് പറഞ്ഞാൽ എത്ര ദൂരം വരെ നീ എന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, എന്റെ ആത്മാവ് കഴിഞ്ഞാൽ എന്റെ മുഴുവനായും അതിനേക്കാളേറെ അല്ലാഹുവിന്റെ റസൂലെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ആത്മാവിനെ മാറ്റി നിർത്തി, എന്റെ റൂഹിനെ മാറ്റി നിർത്തിയിട്ട് അതിനേക്കാളേറെ അല്ലാഹുവിന്റെ ഹബീബെ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആശിഖുർ റസൂലാണ്, അന ഖാദിമു റസൂലുള്ളാഹ്, അന ഖാദിമു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മദീനയുടെ മുറ്റത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമറേ, സർവ്വതിനെക്കാളും, ലോകത്തുള്ള സർവ്വതിനെക്കാളും, നിന്റെ ആത്മാവിനെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കണ്ണുനീരൊഴുക്കിയിട്ട് പ്രവാചക സമക്ഷം കടന്നു വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും, എന്റെ ശരീരത്തെക്കാളും, എന്റെ ആത്മാവിനെക്കാളും, ആകാശഭൂമിയിൽ അല്ലാഹു പടച്ച തമ്പുരാൻ പടച്ചിരിക്കുന്ന സർവ്വ വസ്തുക്കളെക്കാളും നബിയേ, അവിടുത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോയെങ്കിൽ ഹലുവാ മടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന റബീഉൽ അവ്വൽ 1 മുതൽ സ്വലാത്ത് ചെല്ലുന്ന, ഘോഷയാത്ര നടത്തുന്ന, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന, മൗലിദ് പാരായണങ്ങൾ നടത്തുന്ന, ബുർദ മജ്ലിസുകൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരെക്കാളും എന്റെ മനസ്സിന്റെ കവാടത്തിന്റെ അകത്തേക്ക് ഞാൻ എന്റെ ഹബീബിനെ കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ രാത്രിയിൽ ആലുവാ മണപ്പുറത്തിരുന്നു കൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ അല്ലാഹു പടച്ച തമ്പുരാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകരെന്ന് പറയുന്നത് മുഅ്മിനീങ്ങളോട് ഏറ്റവും അധികം അവരുടെ ശരീരങ്ങളെക്കാളും, മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തെക്കാളും അല്ലാഹുവിലേക്ക് ഏറ്റവും അധികം അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ഇഷ്ടം വെക്കുന്നവരാണ്. ആരെക്കാളും? ഏറ്റവും അധികം അവന്റെ സ്വശരീരങ്ങളെക്കാളും, അവന്റെ കുടുംബത്തെക്കാളും, അവന്റെ മാതാപിതാക്കളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകരെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇവിടെ ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടി ആരും മനസ്സിലാക്കലില്ല, ആരും നോക്കിക്കാണലില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും അതാകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, കുടുംബത്തെക്കാളും, ബന്ധുമിത്രാദികളെക്കാളും അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ
നിങ്ങൾ പൂർണ്ണമായ മുഅ്മിനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഹദീസിന്റെ വക്താക്കളായി, ആ ഒരു ഹദീസിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചവരായി ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിന്റെ താഴയിലേക്ക് നിന്ന് പൊട്ടിക്കരയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകരുടെ ജീവിതം മുഴുവനും തന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലേക്ക് നിറച്ചു വെച്ചു പോയ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിലേക്ക് കയറ്റപ്പെടാൻ പോകുമ്പോ ലോകത്ത് എന്തിനേക്കാളും എനിക്ക് വലുതെന്റെ റസൂലാ എന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂലും ഈ ഹദീസാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങൾക്കറിയുമോ, മക്കയിലെ തൻഈം എന്നറിയപ്പെടുന്ന മസ്ജിദ് ആയിഷ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് തൂക്കിലേറ്റിയതാരയാ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റുന്ന സമയത്ത് എല്ലാവരും കേട്ട ചരിത്രമാണ്. പക്ഷേ ആ പ്രവാചകൻ നിന്റെ മനസ്സിന്റെ അകത്തൊന്ന് നിറഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന് ഈ സ്ഥാനത്ത് നിനക്കൊന്ന് കാണാൻ പറ്റുമോ ഹുബൈബേ എന്ന് ചോദിച്ചപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ആവേശത്തോടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഇല്ല ഇല്ല, എന്റെ മുത്തിന്റെ കാൽപാദത്തിലേക്ക് ഒരു മുള്ളു തറക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിന്റെ രംഗത്തിലേക്ക് എന്റെ പ്രിയമുള്ളവര് ഈ മണപ്പുറത്ത് തടിച്ചുകൂടിയ 10,000 വിശ്വാസികളുടെ മനോമുഖരത്തെ ഞാൻ കൊണ്ടുപോവുകയാ. എന്തിനാ കൊണ്ടുപോകുന്നതെന്നറിയുമോ? ആരെങ്കിലും കാർട്ടൂൺ ഇറക്കുന്നതോ, ആരെങ്കിലും സിനിമ ഇറക്കുന്നതോ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ വിട്ടു തരൂല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സമുദായത്തിന്റെ മക്കൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തുൽഹത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേക്ക് വന്നിട്ട് ചാടി നിന്നിട്ട് പറയുകയാ, റസൂലുള്ളാഹിനെ കാലിൽ പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പിടിച്ചുയർത്തി നിർത്തുകയാണ്, പുന്നാര നബി തങ്ങളെ വാരി പുണരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ തുൽഹാ, എന്തേ തുൽഹാ? തുൽഹാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നബിയേ, എന്തും ചെയ്യും റസൂലേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നബിയേ. തുൽഹാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്നൊന്ന് ചോദിച്ചു, എനിക്ക് വേണ്ടി നിന്റെ ഉപ്പാടെ തലവെട്ടി എടുത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തുൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചതാ. ബഹുമാനപ്പെട്ട തുൽഹാ റളിയല്ലാഹു തആല അൻഹു തന്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന വാൾ ഊരിയെടുത്തുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സെക്കൻഡുകൾക്കകത്തിന്റെ ഉപ്പയുടെ തലയുമായിട്ട് ഞാൻ മടങ്ങി വരാം. അല്ലാഹുവിന്റെ റസൂൽ തുൽഹാ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, തുൽഹാ, ഞാൻ സ്നേഹബന്ധങ്ങളെ നശിപ്പിക്കാൻ വന്നവനല്ല, അതിനെ കൂട്ടിയോജിപ്പിക്കാൻ വന്നവനാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ നബിദിനം ആലുവ മണപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ആലുവ മണപ്പുറത്ത് പരിസരത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുടെ കണ്ണുനീര് പോലും തുടച്ചു കൊടുക്കുന്നതിന് പ്രേരകമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഈ സ്ഥലം അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് കൊണ്ട്, മദ്ഹ് കൊണ്ട്, പ്രേമം കൊണ്ട്, ഇഷ്ക് കൊണ്ട്, ആനന്ദം കൊണ്ട്, ആഹ്ലാദം കൊണ്ട് നിറഞ്ഞൊഴുകാൻ പോകുന്നത്. തുൽഹാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം, എന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ ശിരസ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ആവശ്യപ്പെട്ടാ ഞാൻ കൊണ്ടുവരാം. തുൽഹാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട തുൽഹാ, ഞാൻ ബന്ധങ്ങളെ അറുത്തു മാറ്റാൻ വന്നവനല്ല, ഞാൻ ബന്ധങ്ങളെ മുറിച്ചു മാറ്റാൻ വന്നവനല്ല, അതിനെ കൂട്ടിയിണക്കാനും യോജിപ്പിക്കാനും വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു എന്ന് റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ആവേശത്തോടെ പറയുന്ന എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു പ്രവാചക പ്രേമിയല്ല. ഒന്നാമത് കുടുംബ ബന്ധം.
കുടുംബ ബന്ധം മുറിച്ചവൻ അള്ളാന്റെ ഹബീബിനെ പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. കുടുംബ ബന്ധം മുറിച്ചവൻ അത് പറയാനുള്ള യോഗ്യതയില്ല. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവന് അത് അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ആലുവ മണപ്പുറം മുസ്ലിം സമുദായത്തിന്റെ ഒത്തൊരുമയ്ക്കു മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന് അൽഹംദുലില്ലാഹ് ഇസ്സത്തിന് മാറ്റുകൂട്ടാൻ ഒരു കാരണമാകാൻ പോവുകയാണ്. ഈ വിശാലമായ ഗ്രൗണ്ടിൽ മണപ്പുറത്തിരിക്കുന്ന ഒരാളെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ ഞാൻ ആണയിട്ട് പറയുന്നു, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് പോലും പേടിച്ചു പോവുകയാണ്. കാരണം ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ യദ്ഖുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല എന്നാണ്. പ്രവാചകരുടെ പേര് പറഞ്ഞുകൊണ്ട് മദ്ഹ് പറഞ്ഞ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ, പ്രവാചകന്റെ ഇഷ്ടവാദം ഉന്നയിക്കുന്ന പ്രിയപ്പെട്ട സമുദായമേ, നിന്റെ കുടുംബത്തിൽപ്പെട്ട കൂടപ്പിറപ്പുകളോട്, പെങ്ങന്മാരുടെ മക്കളോട്, സഹോദരിമാരുടെ മക്കളോട്, കൂടപ്പിറപ്പുകളോട്, നിന്റെ ഒരേ രക്തത്തിനോട് പിണങ്ങിക്കഴിയുന്ന, തർക്കിച്ചു കഴിയുന്ന എത്രയോ പേരുണ്ട്. അതിന്റെ ഒരു പരിസമാപ്തി ഈ രാത്രിയിലൂടെ കുറിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കണം. ഒരാളോട് ആദ്യം കുടുംബത്തിൽപ്പെട്ടവരെ പറയാം, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്കിടയിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരാം. നിങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ പ്രവാചക പ്രേമികളാണ് എന്ന വാദം ഉന്നയിക്കുമ്പോൾ അതിലൊരു ഉറപ്പ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കുടുംബ ബന്ധം മുറിച്ചവരായി മാറാൻ പാടില്ല. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ സഹോദരിമാർ ധാരാളമുണ്ട്. ഒരുപാട് സഹോദരിമാർ ഈ വേദിയിലുണ്ട്. അവരോട് ഞാൻ മനസ്സ് തുറന്നു പറയുകയാണ്, ഒരാളോട് പോലും ഇൻഷാ അല്ലാഹ് പിണക്കമുണ്ടാവാൻ പാടില്ല. ഇന്നിനി ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം. ഈ സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വീട്ടിലേക്ക് പോയി ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇണങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരാണെന്ന് അവകാശം പറയുന്നവരെ, നിന്റെ കുടുംബത്തിൽ ഒരാളോട് പോലും നീ പിണങ്ങിയിരിക്കാൻ പാടില്ല. ആലുവ മണപ്പുറത്ത് തടിച്ചുകൂടിയ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാൽ, മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മുത്തുമൊഴികളെ മനസ്സിലേക്ക് സ്വീകരിച്ചിരുത്താ മനസ്സ് വെച്ചുകൊണ്ട് ഓടിയെത്തിയ എന്താ ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരോട്, ഉമ്മപെങ്ങന്മാരോട് പറയുകയാണ്, നിന്റെ ഉമ്മയിൽ നിന്ന് തുടങ്ങുക, ഉപ്പയിലൂടെ, മക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, ബന്ധുക്കളിലൂടെ, അയൽവാസികളിലൂടെ ഒരാളോട് പോലും പിണങ്ങിയിരിക്കുന്ന അവസ്ഥ എന്റെ പ്രിയമുള്ളവരെ നിനക്ക് വന്നുകൂടാ. അതല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും അനുവദിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും അനുവദിക്കുന്നതല്ല. നമുക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പ്രവാചക സമക്ഷത്തിൽ വരികയാ. ജ്യേഷ്ഠനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പരാതി പറയാറുണ്ട്. ജ്യേഷ്ഠനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്നോട് പിണങ്ങിയിട്ട് ദിവസങ്ങളായി, 3 ദിവസത്തിലേറെ പിണങ്ങി കഴിഞ്ഞ പിന്നെ അവർ മരണപ്പെട്ടു പോയാ നരകമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് യാ ഹബീബല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ എന്നോട് പിണങ്ങിയിട്ട് 3 ദിവസം കിടന്നിരിക്കുകയാ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ജ്യേഷ്ഠനാണല്ലോ, അനിയനാറെ എന്നോട് ആദ്യമായി സലാം പറയാനുള്ളത്, അത് പറയുന്നില്ല നബിയേ. ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് അന്വേഷിക്കുകയാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, എന്റെ അനുജനോട് പിണങ്ങിയത് ശരിയാണ്, പക്ഷേ ആ പിണങ്ങിയതിന്റെ അന്നത്തെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, എന്നെ കൊണ്ടുപോവുകയാണ് മലക്കുകള്, സ്വർഗീയ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാ. ആ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കാണിച്ചു തരികയാ. മാലാഖമാര് പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും ഭംഗിയുള്ള കൊട്ടാരം ഇതാ. ഞാൻ ചോദിച്ചു, മലക്കുകളെ, ഇതാർക്കാണ് കിടക്കാനുള്ളത്, ഇതാർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിച്ചപ്പോ ആ മലക്കുകൾ എന്നോട് പറഞ്ഞത് നബിയേ, 2 പേര് പരസ്പരം പിണങ്ങിയിരുന്നിട്ട് ആദ്യം സലാം പറഞ്ഞ് ഇണങ്ങുന്നവർക്കാണ് ആദ്യമായി ഇതിലൂടെ കടക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ,
എന്റെ അനുജൻ അതിലേക്ക് ആദ്യം കടക്കട്ടെ, എന്റെ കൂടപ്പറപ്പ് അതിലേക്ക് ആദ്യം കടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അനുജൻ എന്നോട് സലാം പറയാൻ ഞാൻ കാത്തിരുന്നതാണെന്ന് അള്ളാന്റെ ഹബീബിന്റെ പേരമക്കള് പറഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരില് എന്തിനാണ് കുടുംബമെന്ന് പറയുന്ന മഹത്വത്തെ വെട്ടിമുറിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അയൽവാസ ബന്ധത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അക്രിം ജാറക വലൗ കാന കാഫിറാ, നിന്റെ അടുത്ത് താമസിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും അവനെ ആദരിക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഈ സമുദായം എത്ര സാഹോദര്യം പറഞ്ഞാലും ഈ ലോകത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അത് മനസ്സിലാകാതെ പോകുന്നതിന്റെ മുന്നിൽ എന്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ചിന്തിച്ചു നോക്കി, ഈ സമുദായം എത്ര ആവേശത്തോടെ പ്രവാചക പ്രേമത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരിയോട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എങ്ങനെ സർവ്വമതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഭരണം നടത്താൻ കഴിയുന്നുണ്ട്? ടിപ്പു സുൽത്താൻ പറഞ്ഞു, ക്ഷേത്രത്തിൽ നിന്ന് മണിനാദം മുഴങ്ങുമ്പോൾ, ശംഖുനാദം മുഴങ്ങുമ്പോൾ, ചർച്ചുകളിൽ നിന്നും മണിനാദം മുഴങ്ങുമ്പോൾ, പള്ളികളിൽ നിന്നും ബാങ്കിന്റെ അലയൊലികൾ മുഴങ്ങി കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ആവേശം വരുന്നത് ഒരു മുസ്ലിമായത് കൊണ്ടാണല്ലോ, അവരോട് ആ രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിക്കുന്നത് എന്നാണ്. ഒരു മുസ്ലിം ആയതുകൊണ്ടാണല്ലോ എനിക്കങ്ങനെ സാധിക്കുന്നത് എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ തനതായ മൂല്യത്തെയും തനതായ ആദർശത്തെയും എവിടെ പറഞ്ഞു കൊടുത്താലും പലപ്പോഴും നമ്മൾ മണ്ടന്മാരായി പോവുകയാണ്. ഒരിക്കലും താന്നു നിന്നു കൊടുക്കാതെ ലോകനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം എന്റെ പ്രിയമുള്ളവരെ ഈ സമുദായത്തിന്റെ ഇസ്സത്തിന്റെ കാരണമായി മാറിയത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അള്ളാന്റെ ഹബീബിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് ഒരാളുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാത്തതാണ്, ഒരാളെയും സങ്കടപ്പെടുത്താത്തതാണ്. അബൂജഹൽ അള്ളാന്റെ റസൂലിനെ എന്തുമാത്രം ഉപദ്രവിച്ചയാളാണ്, എന്തുമാത്രം കഷ്ടപ്പെടുത്തിയാളാ, എന്തുമാത്രം ക്രൂരതകൾ ചെയ്തയാളാ. ഒരിക്കൽ അബൂജഹൽ ഒരു അടവ് നയം സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ എപ്പോഴും, ഞാൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് നിങ്ങൾ പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക. എന്നിട്ട് എന്റെ സുഖവിവരമറിയാൻ മുഹമ്മദ് നടന്നു വരുമ്പോൾ വഴിയിൽ ഞാനൊരു കള്ളക്കുഴി കുടിച്ചിട്ടിരിക്കും. ആ കുഴിയുടെ മുകളിൽ പച്ച പില്ലുകൾ ഉണ്ടാകും. അത് കുഴിയാണെന്ന് ആർക്കും അറിയില്ല. അതിലൂടെ കടന്നു വരുമ്പോൾ മുഹമ്മദ് അതിലേക്ക് വീണു പോകുമ്പോൾ നിങ്ങൾ കല്ലെറിഞ്ഞു മുഹമ്മദിനെ കൊല്ലണം, അങ്ങനെ എനിക്ക് ആശ്വാസം ഉണ്ടാകും. പക്ഷെ ഇവിടെ അബൂജഹൽ പറഞ്ഞത് ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ മുഹമ്മദ് വരും എന്നാണ്. അവിടെയല്ലേ ഇസ്ലാമിന്റെ അന്തസത്ത കിടന്നുറങ്ങുന്നത്. ഞാൻ സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞാൽ മുഹമ്മദ് വരുമെന്നാണ്. ശത്രുക്കൾ ചോദിച്ചു അത്രേ, അങ്ങനെ മുഹമ്മദ് വരുമോ? വരുമെന്ന് പറഞ്ഞു. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. സഹാബികൾ പറഞ്ഞു, നബിയേ, അബൂജഹൽ പനിച്ചു വിറച്ച് കിടക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആലുവ മണപ്പുറത്ത് ഇങ്ങനെ തണുത്തിരുന്ന സലാത്ത് ചൊല്ലിയാ പോരാ, ഐസ് കട്ടയുടെ മുകളിലെടുത്തിട്ടാൽ ഈ സമുദായത്തിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുന്നോ പൊള്ളലേൽക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ ഒരവസരമാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആവേശത്തിന്റെ 101 ശതമാനം 10 മടങ്ങ് ആവേശത്തോടെ പിരിച്ചു വിളിക്കുക. ലോകത്തിന്റെ മണിയേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്ത് നിങ്ങൾ ഈ സദസ്സിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പുണ്യം അത്ര ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. ആലോചിച്ച് നോക്കി, ഇത്രയും വിശാലമായ ഈ സദസ്സിൽ ഒരു സ്വലാത്ത് നിങ്ങൾ ഒരാൾ ചൊല്ലുമ്പോൾ 1000-ആയി 10,000-ആയി 1,00,000-ആയി ഉയർന്നു പോകുമ്പോൾ അതിന് പകരം ഒരു പക്ഷെ അള്ളാഹു തരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കുന്നതിനുള്ള ഒരു സൗഭാഗ്യമായിരിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തുള്ള വിശ്വാസികളെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയേ നബി മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കട്ടെ. അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് എഴുന്നേൽക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങളുടെ അബൂജഹൽ, എവിടെയാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരികയാ. പൊന്നാര നബി തങ്ങൾ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി ചതിക്കുഴി കുടിച്ചിരുന്ന അബൂജഹലിന്റെ ആ കുഴിയുടെ ഭാഗത്തെത്തിയപ്പോ നസലിൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് കൈ കാണിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇനി ഒരു കാൽപാദം മുന്നോട്ട് വെക്കാൻ പാടില്ല. നിങ്ങൾ ഇവിടം വരെ വന്നത് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ലാളനയുടെ മുഖമുദ്രയാകാൻ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയാൽ ചതിയന്മാർ രക്ഷപ്പെടും. അല്ലേ? കള്ളക്കുടിയിൽ സമുദായത്തെ വീഴ്ത്താൻ സാധിക്കില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതെവിടെ കുടിച്ചാലും ഈ സമുദായത്തിന്റെ മക്കൾ അതിൽ വീണു പോവുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളോട് പറയുകയാണ്, നമുക്ക് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക സ്നേഹമാണ് ആവശ്യം. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമല്ല. അപ്പൊ കുടുംബത്തിൽപ്പെട്ടവരെ, ശത്രുക്കളെ, അയൽവാസികളെ, ബന്ധുമിത്രാദികളെ മുഴുവനും അൽഹംദുലില്ലാ സ്നേഹിച്ച് തോൽപ്പിക്കണം. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഈ സമുദായത്തിന് ഇഷ്ടമുള്ള ഒരാൾ വിളിച്ചാൽ ജനങ്ങൾ ഓടിക്കൂടുമെന്നതിന് തെളിവാണ്. ഇവിടെ തമ്മിലടിയില്ല. പലരും പറയുന്നു സമുദായം തമ്മിലടിയാണ്. ആ തമ്മിലടി അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു പടച്ചതമ്പുരാൻ ഈ നൗസാദ് വാക്കവിക്ക് ആയുസ്സും ശബ്ദവും തന്നിട്ടുള്ളിടത്തോളം കാലം നിഷ്പക്ഷരായ സമുദായത്തിന്റെ കൂടെ ആരുടെയും ആസനത്തിന്റെ താഴെ തലച്ചോറ് പണയപ്പെടുത്തിയിട്ടില്ലാത്ത സമുദായത്തിന്റെ മക്കളോടൊപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമുക്ക് തമ്മിലടിയില്ല. നബിദിനം വരുമ്പോ കത്തിക്കുത്തില്ല. പെരുന്നാൾ വരുമ്പോ തമ്മിലടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ത്വൽഹാ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ഉപ്പയുടെ തലവെട്ടാൻ പറഞ്ഞത് കൊണ്ട് വെട്ടിക്കൊണ്ട് വരണമെന്നല്ല ത്വൽഹാ, ഞാൻ വെട്ടിമുറിക്കാൻ വന്നവനല്ല. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവത്തിന്റെ സൽ സ്വഭാവത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിച്ചത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകർ തന്നെ ഈ സമുദായത്തിനോട് അബൂജഹൽ സുഖമില്ലാതെ കിടന്നപ്പോൾ കാണാൻ പോയിട്ട് ആ സ്നേഹത്തിന്റെ വഴി കൂടി തെളിച്ചു പോയെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. ഇന്ന് മനോഹരമായ ശരീരത്തിനും മനസ്സിനും കുളിർമ തരുന്ന ഒരു സ്വലാത്ത് ഈ സരസിലിരുന്ന് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് കഴിഞ്ഞു പോകുമ്പോ നിങ്ങളോട് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട നൗസാദ് ബാഖവി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ അനുവാദത്തോടുകൂടി ആലുവ മണപ്പുറത്തിന് സമ്മാനിച്ച മനോഹരമായ ശിഫാഇന്റെ സ്വലാത്ത് നമ്മൾ പഠിച്ചെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമുക്ക് കഴിയണം കേട്ടോ. ആ ഒരു സ്വലാത്ത് പഠിക്കുക. നാളെ 313 സ്വലാത്ത് ചെല്ലുക. എന്നിട്ട് അൽഹംദുലില്ലാ ഈ സരസിൽ വന്നിരുന്നു കൊണ്ട് 9 മണിയാകുമ്പോ നാളെ ബദരീങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുക. 9:30 വരെ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന, ആ മദീനയുടെ തിരുമുറ്റത്ത് ഏറ്റവും അധിക കാലം ദർസ് നടത്തിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. മദീനയുടെ തിരുമുറ്റത്തിരുന്ന് ദർസ് നടത്തുമ്പോ ഹദീസിന്റെ ഓരോ വാക്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ആ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ കൊതിച്ചുപോര ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലേക്ക് നിറഞ്ഞുപോയ മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിറഞ്ഞു പോയതുകൊണ്ടാണ്. ആ ഒരു നിറയ്ക്കലാണ് നമുക്ക് അനിവാര്യം. മാലിക് ഇമാമിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ റസൂൽ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് 16 പ്രാവശ്യം
ഹദീസിന്റെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 16 പ്രാവശ്യം തേളു കൊത്തി ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ. ഏറ്റവും അധികം വേദനയാണ് ഒരു തേളു കൊത്തുക എന്ന് പറഞ്ഞാൽ. വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ കഴിയില്ല. കൊത്തിയപ്പോൾ 16 പ്രാവശ്യം കൊത്തിയപ്പോൾ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരു ഭാവ വ്യത്യാസമില്ല, കണ്ണൊന്ന് നനഞ്ഞിട്ടില്ല, വേദന അനുഭവിക്കുന്നില്ല. ഹദീസിന്റെ കിതാബ് മടക്കി വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട അനുചരവൃന്ദങ്ങൾ ചോദിച്ചു, എന്തേ അങ്ങ് 16 പ്രാവശ്യം ആ തേളങ്ങയുടെ കാലിൽ വന്ന് കൊത്തുന്നത് ഞങ്ങൾ കണ്ടതാ, എന്നിട്ട് എന്തേ അങ്ങേക്ക് വേദന വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാത്രികളിൽ മദീനയുടെ കവാടം തുറന്ന് ലോകത്തിന്റെ നായകനെ തന്റെ മനസ്സിന്റെ പ്രകാശമായി കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇമാമന മാലിക് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ പറഞ്ഞു കൊടുത്തതെന്താ, എന്റെ മനസ്സിന്റെ അകത്ത് റസൂല, ഞാൻ ഹദീസിന്റെ കിതാബുകൾ തുറന്നു വെക്കുമ്പോൾ മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ രാവും പകലും സായം സന്ധ്യകളിൽ മുഴുവനും എന്റെ മനസ്സിന്റെ അകത്ത് ലോകത്തിന്റെ മണിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഒന്നും ഞാൻ അറിയുന്നില്ല. ഈ കൂടിയിരിക്കുന്ന ജനസഞ്ചയത്തോട് ഞാൻ പറയുകയാണ്, അല്ലാഹു ക്യാൻസർ തരട്ടെ, ട്യൂമർ തരട്ടെ, അപകടങ്ങൾ തരട്ടെ, ദുരന്തങ്ങൾ തരട്ടെ, ദുരിതങ്ങൾ തരട്ടെ, മദീനയുടെ മണവാളം മനസ്സിറക്കി കൊടുത്തവന് ഒരു നുള്ളു വേദനിപ്പിക്കാൻ ലോകത്തൊരു വേദനകൾക്കും സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ മാരക രോഗം ബാധിച്ച് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടക്കുന്നവർ പറയുന്നുണ്ട്, ആ കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നവർ പറയാൻ വേദനയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വേദനയുണ്ട് ശരീരത്തിനാണ്, എന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ എന്റെ ഹബീബ് അനുവദിക്കൂല. ആ രീതിയിലേക്ക് നമ്മൾ എത്തണം. അവിടം വരെ എത്താറെ ലോകത്ത് ഏത് വിപ്ലവത്തിന്റെ പ്രവാചക പ്രേമം നടത്തിയാലും നമ്മൾക്കെല്ലാം മാർക്ക് വെറും വട്ടപൂജ്യമാണ്. അവിടം വരെ എത്തണം. ഏതുവരെ മദീനയിൽ നിബിതങ്ങൾക്ക് കിടക്കാൻ സ്വൈര്യം കൊടുക്കാത്ത രീതിയിൽ പ്രേമിക്കാൻ തയ്യാറുണ്ടെങ്കിലേ ആ പ്രേമം സത്യസന്ധമാകൂ. അല്ലാതെ ഒരു ചെമ്പ് ബിരിയാണി കൊണ്ട് മദീനയെ വിലക്കെടുക്കാമെന്ന് കരുതരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർത്തു പോകുന്നു ഹുസൈൻ ചിശ്തി പറഞ്ഞ ഒരു മനോഹരമായ വാക്ക്, അത്ഭുതപ്പെട്ടു പോയി ഞാൻ. തന്റെ കുപ്പായത്തിന്റെ മുകളിൽ, ശരീരത്ത് ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ മുകളിൽ കണ്ണടച്ചുറങ്ങുന്ന പൂച്ചക്കുട്ടിക്ക് ഞാൻ എഴുന്നേറ്റ് പോയാൽ ഉറക്കം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുപ്പായം കീറിയെടുത്തു മാറ്റിയിട്ട് ഒരു പൈതലിനോട് മാതാവ് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ തന്റെ വീടിന്റെ മുമ്പിലൂടെ ഓടിക്കളിക്കുന്ന പൂച്ചയോട് സ്നേഹം കാണിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിയുമോ ചെറുപ്പക്കാരാ, ആലുവയുടെയും എറണാകുളത്തിന്റെയും മലബാറിന്റെയും പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഒരു പിടി മണ്ണ് വാരിയിടാൻ ഈ സമുദായത്തിന്റെ മക്കൾക്ക് സാധിക്കില്ല. അതിന് ഒരു പണ്ഡിതന്മാർ, ഒരു സംഘടനകളും, ആശയാദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സംഘടനകളും നേതൃത്വം കൊടുക്കുകയുമില്ല. അത് 1000 പള്ളികൾ പൊളിച്ചാലും ശരി, ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം എന്തേ? നമ്മുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർക്കാൻ പഠിപ്പിച്ച ആദർശശാലിയാണ്, പിരിക്കാൻ പഠിപ്പിച്ചവരല്ല. അല്ല എന്റെ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെ ഈ ജനസഞ്ചയം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഘാടകരുടെ കൈ ഈ പരിപാടി വിട്ടുപോകുമായിരുന്നു എന്ന് എനിക്ക് ഭയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചില നിമിത്തങ്ങൾ വെച്ച് ഇന്ന് അതിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തി. ഇന്നലെ 50,000 ആള് മണപ്പുറത്ത് വന്നെങ്കിൽ ഇന്ന് 2 ലക്ഷം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സജ്ജീകരണം ചെയ്യാൻ എന്റെ ഈ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ തന്നെ ഒരു അത്ഭുതകരമായ കറാമത്താണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ. നിങ്ങൾക്കറിയോ, അള്ളാന്റെ ഹബീബിന്റെ മദീനത്ത് പ്രവാചകർക്ക് കിടക്കാൻ അവസരം കൊടുക്കാതെ പ്രേമിക്കണം, അവിടെ എഴുന്നേൽക്കണം. എത്രയോ പേരുണ്ട്, കാണാൻ കൊതിച്ചു വന്നവരല്ലേ നിങ്ങൾ? അള്ളാന്റെ ഹബീബിനെ കാണാൻ കൊതിച്ചു വന്നവരാ. എറണാകുളത്ത് ഇമ്മാനുവൽസ് ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനത്തിന് വന്ന ഷാരൂഖ് ഖാനെ കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാര് പോയി എന്നറിഞ്ഞപ്പോൾ എറണാകുളം ജില്ലയിലെ തന്നെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞതാ, ഉസ്താദേ, എന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് സിനിമാ നടന്മാരെ കണ്ട് നിറയാനുള്ളതല്ല, സിനിമാ നടിമാർക്ക് വേണ്ടി ഊരിക്കൊടുക്കാറുള്ളതല്ല. എന്റെ കണ്ണെന്ന് പറയുന്നത് എന്റെ കരളിന്റെ കാതലായ മദീനയുടെ സമ്മാനമായ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ളതാണ്. അതുകൊണ്ട് ലോകം നടക്കി ഭരിക്കുന്ന, ലോകം കൈക്കുമ്പിലെടുത്ത് നൃത്തം ചവിട്ടുന്ന എത്ര വലിയ സിനിമാ നടൻ വന്നാലും എന്റെ മനസ്സ് മുഴുവനും ഞാൻ പണയപ്പെടുത്തിയിരിക്കുന്നത് മദീനയുടെ രാജാവിനാണ് ഉസ്താദ്. അങ്ങനെ ഒരാളാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ ഈ മണപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ആദർശ ശുദ്ധിയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, അല്ലാഹു തന്ന ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് പ്രിയപ്പെട്ടവരെ ഈ മജ്ലിസ്. ഞാനും നിങ്ങൾ ഈ മണപ്പുറത്തിരുന്നു കൊണ്ട് മദീനയുടെ മണൽപ്പുറത്തേക്ക് പറക്കാൻ പോവുകയാണ്. സ്വലാത്ത് എന്ന് പറയുന്ന ആര് പിടിച്ചാലും താഴ്ന്നു വരാത്ത ഏറ്റവും നല്ല ശക്തിയുള്ള ചിറകിൽ കയറിയിട്ട് ഞാനും നിങ്ങളും ഇന്നിവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന റൗള ശരീഫിന്റെ കവാടത്തിൽ മുട്ടാൻ പോവുകയാ. കാണണ്ടേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാ ഇന്നലെ ഞാൻ വിട്ടത്. എന്റെ തടിച്ചുകൂടിയ സഹോദരിമാരെ കാണണ്ടേ, മദീനയുടെ മണവാളനെ കാണാറ് എന്തൊരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു ജീവിതമാണ്. ആരെ കണ്ടിട്ടെന്താ, ആരെ സ്നേഹിച്ചിട്ടെന്താ, ആർക്ക് മുത്തം കൊടുത്തിട്ടെന്താ, ഏത് നേതാവിന് മുദ്രാവാക്യം വിളിച്ചിട്ടെന്താ. വേണ്ട പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മൊബൈലിന്റെ അകത്തളത്ത് ഗായകന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില്ലേ, സിനിമാ നടന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില്ലേ, സിനിമാ നടികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില്ലേ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില്ലേ. ഒന്നും വേണ്ട ചെറുപ്പക്കാരാ, അത് മുഴുവനും മാറ്റിവെച്ചിട്ട് അല്ലാഹുവേ നാളെ പരലോകത്ത് മാലാഖമാരുടെ കൈകളിലേക്ക് എന്റെ മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ മലക്കുകളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഏറ്റുവാങ്ങണം. അതിനല്ലാഹു ഈ സദസ്സിൽ വന്നവർക്ക് സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനുള്ള വഴി പറഞ്ഞു തന്നാൽ ഞാൻ ചോദിക്കുകയാ, നിങ്ങളത് ചെയ്യാൻ ഒരുക്കമാണോ? വെറുതെ പറഞ്ഞാൽ പോരെ, എന്ത് വഴിയാണെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് വേണം. ചെയ്യോ? എന്ത് വഴിയാണെങ്കിലും ചെയ്തിരിക്കും സാറേ എന്ന് പറയാ തന്റെ ഇടമുണ്ടെങ്കിൽ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു ആ നിയ്യത്ത് കബൂലാക്കട്ടെ. കിട്ടിയേ പറ്റൂ നമുക്ക്. വേറെ ലോകത്ത് നിങ്ങൾ എന്ത് വിപ്ലവം നടത്തിയാലും എന്തൊക്കെ നടത്തിയാലും അതിലൊന്നും അർത്ഥമില്ല. അള്ളാന്റെ ഹബീബ് നീ കിടന്നുറങ്ങുന്ന നിന്റെ ബെഡ്റൂമിലേക്ക് വരണം. വരുമോ? റിമോട്ട് നെഞ്ചത്ത് വെച്ച് കിടന്നാ വരൂല. യൂട്യൂബ് ഓണാക്കി കാല് കസേരയിലെടുത്ത് വെച്ച് കാമുകിക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയച്ചിട്ട് കിടന്നാ വരൂല. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു എന്നോട്, ഉസ്താദ് കുങ്കുമപ്പൂവിനെ കുറിച്ച് പ്രസംഗിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരുന്ന സീരിയൽ ഇപ്പോ തിങ്കൾ മുതൽ ശനി വരെ ആയി. ഇതാണ് നമ്മുടെ സാഹചര്യം. പക്ഷേ ഞാൻ ആണയിട്ട് പറയുകയാണ്, ഈ ഇരിക്കുന്ന സഹോദരിമാർ കേരളത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത സഹോദരിമാരാണ്. ഇവരാരും ഇന്ന് ഈ സരസിൽ നിന്നുകൊണ്ട് ശപഥം ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഈ സമുദായത്തിന്റെ കണ്ണീര് കണ്ട നടികൾ പൊട്ടിക്കരയുമ്പോ കൂടെ കരയാൻ കൊടുക്കാൻ ഞങ്ങൾക്കില്ല. ഇവരെ തിരഞ്ഞെടുത്തവരാണ്, കേരളം തിരഞ്ഞെടുത്തവരാണ്. ഇത് വെറും ഒരു എറണാകുളം ജില്ലയല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലാഹു തിരഞ്ഞെടുത്ത രക്തത്തിളപ്പുള്ള ആദർശ ശുദ്ധിയുള്ള മദീന മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കഴിയുന്ന, ഓരോ ദിവസവും 100-200 സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് എന്റെ ഹബീബിനെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സരസാണ് ഇന്നത്തെ ദുആ. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു കബൂലാക്കും. ഒരു സഹോദരൻ ഫോൺ വിളിച്ചു, പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 30 വർഷത്തിലേറെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആലുവ മണപ്പുറത്തിന്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ജോലി ചെയ്തു. അബൂബക്കർ എന്നാണ് പേര്. ഉസ്താദേ, ജനലക്ഷങ്ങൾ കിടക്കുന്ന വേദിയിൽ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത് എന്ന് 5 മിനിറ്റ് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച വസിയത്ത്. എന്തുകൊണ്ടാ? ഈ ദുആയുടെ പ്രതീക്ഷ കൊണ്ടാ. ഇവിടെ ഒരുപാട് രോഗികളുണ്ട്, ക്യാൻസറും ട്യൂമറും ബാധിച്ചവരുണ്ട്. ഈ മഹനീയമായ രാത്രിയിൽ ആ രക്തത്തിലൂടെ അണിഞ്ഞു ചേർന്ന അണുക്കളെ കൊന്നൊടുക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ വാക്ക് തരികയാണ്, നിങ്ങൾ ഒരേ മനസ്സോടുകൂടി നിയ്യത്ത് ചെയ്താൽ ഇന്നത്തെ ദുആ അല്ലാഹുവിന്റെ അടുത്ത് കബൂലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കേരളത്തിൽ എവിടെ കാണാം ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വേദി? അല്ലാഹു പടച്ചതമ്പുരാൻ ചിലപ്പോ സഹായങ്ങൾ തരാൻ തുടങ്ങിയാൽ നാം മതി എന്ന് പറഞ്ഞാലും ചിലപ്പോ അല്ലാഹ് നിർത്തൂല.
ഇല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു ഇത്ര ജനം മതി, ഇനി വന്നാൽ പറ്റുമോ? പക്ഷേ വെള്ളം മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന പോലെ രണ്ടു വഴിയിൽ നിന്ന് ജനങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നടത്താനാണ് ഈ പരിപാടി? ഇത് എവിടെ കൊണ്ടുപോയി നടത്താനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പൂർണ്ണമായി ഉള്ള സൗകര്യത്തെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്നവർ ദയവ് ചെയ്തിരിക്കണം, ഒരാൾ പോലും നിൽക്കരുത്. സ്ത്രീകൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഇൻഷാ അല്ലാഹ് ധാരാളം വാളണ്ടിയേഴ്സുകൾ അവിടെയുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഒരാൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ട് നിൽക്കരുത്, എല്ലാവരും ഇരിക്കരുത്. ഒന്നാമത്തെ വഴി ഞാൻ പറയട്ടെ, എന്ന് നിങ്ങളുടെ മനസ്സിന്റെ മുഴുവൻ കറകളും തീരുമോ അതിന്റെ പിറ്റേന്ന് രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കും. 101% ഉറപ്പാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എടുത്ത് കയ്യിൽ വെച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. എന്തൊക്കെ കറകളുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഉറപ്പു തരികയാണ്, എന്ന് നിങ്ങളുടെ മനസ്സ് കണ്ണാടി പോലെ പരിശുദ്ധമാകുന്നുവോ അതിന്റെ പിറ്റേന്ന് രാത്രിയിൽ മദീനയുടെ മണവാളൻ നിന്റെ വീട്ടിന്റെ ഉള്ളിലെത്തും. അതിന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കയ്യിൽ വെച്ച് നോക്കണം. അല്ലാഹുവേ, എന്ത് കറകളുണ്ടോ, അല്ലാഹുവേ എന്തെങ്കിലും തെറ്റുകളുണ്ടോ പരിശോധിക്കേണ്ടത് നിങ്ങളാണ്. ആയിരക്കണക്കാര ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, നിന്റെ മനസ്സൊന്ന് ഇളക്കി വെച്ചിട്ട് മണപ്പുറപ്പിന്റെ മണ്ണിലിരുന്നു കൊണ്ട് പരിശോധിച്ചു നോക്കുക. അല്ലാഹുവേ, എന്റെ മുത്തിനെ കാണാനുള്ള പരിശുദ്ധി എന്റെ കൽബിനുണ്ടോ? അല്ലാ, ഒന്നാമത്തെ വഴിയതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക യുസ്ലി അഹദ വഫൽ വദാലിക മിൻ സുന്നതി. അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട അനസേ, ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും തർക്കമില്ലാത്ത, ഒരാളോട് പോലും പിണക്കമില്ലാത്ത, ഒരാളോട് പോലും മുഷിപ്പില്ലാത്ത രാവും പകലും നിനക്ക് വന്നാൽ അതെന്റെ ചര്യയാണ് അനസേ, എന്റെ ചര്യയാണ് അനസേ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്നവരെ ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ, മനസ്സിന്റെ കറകളല്ല ഈ മണപ്പുറത്ത് കഴുകി കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള സ്വലാത്ത് പറഞ്ഞു തരാൻ പോവുകയാണ്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ വീടിന്റെ ഉള്ളറയിലങ്ങ് കിടക്കുമ്പോഴാ കടന്നു വരുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ചു പോലെ സുഖം അനുഭവിക്കണ്ടേ? അലിയാർ തങ്ങൾ അനുഭവിച്ചു പോലെ സുഖം അനുഭവിക്കണ്ടേ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാരഥന്മാർ ലോകത്ത് അനുഭവിച്ചു പോയോ ആ മാധുര്യത്തിന്റെ മധുനുകരോ കൊതിച്ചിരിക്കുന്നവരെ നീയത്ത് വെക്കുക. ഇനി ആരോടും എന്റെ മനസ്സിന്റെ അകത്ത് വെറുപ്പില്ല അല്ലോ, ഇനി ആരോടും എന്റെ മനസ്സിന്റെ അകത്ത് തർക്കമില്ല അല്ലോ, ഇനി ആരോടും ഞാൻ പിണങ്ങി കഴിയൂല അല്ലോ. ഒരാളോടും ഒരു തർക്കവുമില്ലാത്ത, ഒരു പിണക്കവുമില്ലാത്ത ഒരു മനസ്സ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുന്നാര നബി തങ്ങൾ ഒരു യാത്രാവേളയിൽ വൃക്ഷത്തിന്റെ മുകളിൽ വാള് തൂക്കിയിട്ട് ആ മരത്തിന്റെ ചൂട്ടിൽ കിടന്നിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്താൽ കോടികൾ കിട്ടുമെന്ന് കൊതിച്ചുകൊണ്ട് പുന്നാര നബി തങ്ങളുടെ സവിധത്തിലേക്ക് വന്നിട്ട് ഊരിപ്പിടിച്ച വാളുകൊണ്ട്, യാ മുഹമ്മദ് മൻ യംനഉക മിന്നി, മുഹമ്മദേ ആരാ എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? നിന്റെ സഹാബത്ത് കൂടെയില്ല, രക്തത്തിളപ്പുള്ള ഹംസയെ പോലെ അലീനെ പോലുള്ളവർ ആരുമില്ല, അതുകൊണ്ട് ആരാ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ ആ നിലത്ത് കിടന്നുകൊണ്ട് ഒന്നും ചിന്തിച്ചില്ല. നമ്മളാണെങ്കിൽ സംഘടനാ ചെയർമാൻ ഉണ്ടോ, അസ്സലാമു അലൈക്കും ഷാനവാസ് ഉസ്താദേ വേഗം വരണം, ഞാനിവിടെ റോട്ടില വിളിച്ചു പറയും. നമ്മൾ ഓരോരുത്തരെ ബന്ധപ്പെടാൻ നോക്കും, ഇല്ലേ? അവിടെ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരൊറ്റ വാക്ക് എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ അല്ലാഹ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ, അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഹൃദയം കിടുകിടാ വിറച്ചുപോയി. പുത്തുനബി തങ്ങൾ പറഞ്ഞാലോ പ്രപഞ്ചത്തിന്റെ ഹൃദയമാണ് വിറയ്ക്കുക. ആ വാള് നിലത്ത് വീണു. പുന്നാര നബി തങ്ങൾ ആ വാളെടുത്ത് കയ്യിൽ വെച്ചിട്ട് തിരിച്ചു ചോദിച്ചു, എടാ മണ്ട, മൻ യംനഉക മിന്നി, ഇപ്പൊ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? എന്തും ചെയ്യാം എനിക്ക്.
ആള് പറഞ്ഞു, മുഹമ്മദേ നീ മാത്രമേ ഉള്ളൂ, നീ കാണിക്കുന്ന കാരുണ്യവും നീ കാണിക്കുന്ന സ്നേഹവുമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ വെറുതെ വിടാൻ ലോകത്ത് സ്നേഹത്തിന്റെ പർവ്വതം പണിഞ്ഞിട്ട് പോയ പ്രേമത്തിന്റെ പേമാരി വിശ്വാസികളുടെ മനോമുഖരത്തിലേക്ക് ചൊരിച്ചതെന്ന നമ്മുടെ മനസ്സിന്റെ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, സാധിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി സാധിക്കണമെങ്കിൽ അതുപോലെ ആ പ്രവാചകന്റെ അധരമൊഴികളെ അനുധാവനം ചെയ്ത സച്ചരിതരായ സൽക്കർമ്മകാരികളായ പ്രവാചക പ്രേമികൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഹൃദയം പരിശുദ്ധമാക്കുക, ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും തർക്കമില്ലാത്ത ആ ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ശത്രുക്കളോട് പോലും സ്നേഹം കാണിക്കുന്ന സമീപനത്തിന്റെ മനസ്സ് നിങ്ങൾക്ക് വന്നു പോയാൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എവിടെയാണ് എത്തുന്നതെന്നറിയോ? മദീനയുടെ സുഗന്ധത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. അതാണല്ലോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരാൾക്ക് രോഗമാണെന്നറിഞ്ഞാൽ ബഹുമാനപ്പെട്ടവരോട് ചെല്ലുകയാ, ഒരാൾക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ ഓടിച്ചെല്ലുകയാ, ഒരാവശ്യമുണ്ടെന്നറിഞ്ഞാൽ ഓടിച്ചെല്ലുകയാ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തന്റെ കൈകൊണ്ട് മരുന്ന് വെച്ചു കൊടുത്ത ഇതര മതത്തിൽപ്പെട്ട ഒരു സഹോദരനുണ്ട്. കാല് മുറിഞ്ഞു പോയപ്പോ അല്ലാഹു പ്രപഞ്ചത്തിൽ പടച്ചിരിക്കുന്ന പച്ചിലകളിൽ ഗുണമുണ്ടെന്ന് പഠിച്ച് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു പച്ചില കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇതര മതത്തിൽപ്പെട്ട സഹോദരന്റെ കാലിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതെന്തോ? അല്ലാഹുമ്മ ശ്ഫീ അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ നീയാണ് ശിഫ കൊടുക്കുന്നവൻ. അല്ലാഹ് ആരെ കാലിലാ പറയുന്നത്? അമ്പലത്തിലേക്ക് പോകുന്ന, ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാലറ്റ് പോര ഹൈന്ദവന്റെ കാലിലേക്ക് പച്ചമരുന്നിന്റെ നീരിട്ട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാ, അല്ലാഹുമ്മ അന്ത ശാഫി, പടച്ചവനെ നീയാണ് സുഖപ്പെടുത്തുന്നവൻ. അല്ലാഹ് ലാ ശിഫാ ഇല്ലാ അന്ത, നീയല്ലാതെ ലോകത്തൊരു രോഗത്തിന്റെ അടുക്കള മാറ്റാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് മുറിവങ്ങോട്ട് ഉണക്കി കൊടുത്തപ്പോ കവിളത്തേക്ക് ഒരു മുത്തം തരട്ടെ എന്ന് ചോദിക്കുകയാ. അനുവാദം കൊടുത്തില്ലേ പ്രിയപ്പെട്ടവര്? ആ കവിളത്തേക്ക് ഞാനൊന്ന് മുത്തട്ടെ എന്ന് ചോദിക്കുകയാ. എത്ര ഭാഗ്യമുള്ള ഹൈന്ദവനാണത്! അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കവിള് മുത്താനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്, അവര് നടന്നു പോണം മണല് മുത്താനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? ആ ഹൈന്ദവ സഹോദരന് തന്റെ മുഖത്തിന്റെ വലത്തെ കവിള് കാണിച്ചു കൊടുത്ത പൈതൃകമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. ആ പൈതൃകമാണ് നമുക്കുള്ളത്. ശബരിമലയിലേക്ക് പോകുന്ന വാഹനത്തിന്റെ ടയർ കുത്തിക്കീറാൻ ഏതെങ്കിലും പള്ളിയിലെ ഇമാമ് നിങ്ങൾക്ക് ജുമഅക്ക് ആഹ്വാനം തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും, ഇമാമിന്റെ പേരെന്താ, ഇന്ന് തന്നെ കൊട്ടേഷൻ കൊടുക്കാം. ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. ലോകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്കറിയോ, ഹൈന്ദവന്റെ വീട്ടിലെ പെൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടുവന്നിട്ട് വിവാഹം കഴിച്ചിട്ട് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്ന് ഒരു വാശിയും ഒരു സംഘടനയും കാണിച്ചിട്ടില്ല. ഇവിടെ ഉള്ള മുസ്ലിങ്ങളെ ഒന്ന് നന്നാക്കി എടുക്കാനാണ് നമ്മുടെ ശ്രമം, ഇല്ലാത്തവരെ കൊണ്ടുവരാനല്ല. ഉള്ള മുസ്ലിങ്ങളൊന്ന് കൃത്യമായിട്ട് നിസ്കരിച്ച് അൽഹംദുലില്ലാഹ് മാറ്റമുണ്ട്. ഇതിൽ കൂടുതൽ ഇനി കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തിനു മാറാനാ? ഇവിടെ ആരാ പ്രസംഗിക്കാൻ പറ്റും? ഒരു സംഘടനയുടെ നേതാവാണെങ്കിൽ അവർക്ക് വണ്ടി പിടിച്ച് സംഘടനയുടെ അണികളെ കൊണ്ടുവരാം, 10,000-കണക്കിന് മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുവരാം. ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ടുവരാം. നിങ്ങൾ ചിന്തിച്ച്, ഇവിടെ ആരാ പ്രസംഗിക്കുന്നേ? നിങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് വന്ന് ഹൗല് കെട്ടാനും മിനാരം കെട്ടാനും പാവപ്പെട്ട അനാഥ മക്കളെ നിക്കാഹിനു വേണ്ടി ഈ ഇരിക്കുന്ന സഹോദരിമാരുടെ മുന്നിൽ താലിച്ചരട് പോലും അറുത്തു മുറിച്ച് വാങ്ങിച്ചു തന്ന പാവപ്പെട്ട നൗഷാദ് വാക്കുകളുടെ പ്രസംഗിക്കാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടെന്നറിയോ? സംഘടനാ പക്ഷപാതിത്വമില്ലാതെ നമുക്കൊരു അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു തരുമ്പോ അതിന്റെ പിന്നിൽ ഞങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പഠിച്ചുകൂടിയവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഉറപ്പായും
ഈ സരസ്വര സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നമ്മൾ കണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മുടെ ഇസ്സത്തിന്റെ അടയാളമായിട്ട് നമുക്ക് പരലോകത്തെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഈ ജനങ്ങൾ ഇത്ര മാറ്റം മതിയല്ലോ, ആരെയും വേദനിപ്പിക്കൂല. ഹൈന്ദവ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം അല്ലേ? നമുക്കൊക്കെ അറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം, എല്ലാ ക്ഷേത്രങ്ങളിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അത്താഴം കഴിക്കുന്ന സമയത്ത്, ബാങ്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പാട്ടിടരുത്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റൂല, സുബഹിന്റെ സമയമാണ്. ഇന്നുവരെ പരാതി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തിനും എന്റെ പ്രിയമുള്ളവരെ ഒന്നും ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അകത്തിരുന്ന് കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുല കർത്തവ്യം ദൈവമാന്തിതം ഉദ്ദിഷ്ടോദിഷ്ട ഗോവിന്ദ ഉദ്ദിഷ്ട കമലധ്വജ ഗരുഡധ്വജ ഉദ്ദിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുജ ചുഞ്ചുക കുങ്കുമതോ നിയതാ തുണിതാ തുല നീലതനോ. ഇത് രാവിലെ കേൾക്കുന്നവരില്ലേ? നമ്മൾ പലരും സുബഹി വാങ്ങുവരെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അത് വേറെ. പക്ഷെ നിങ്ങൾ ചിന്തിച്ച ഇത് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ അരോചകത്വം തോന്നാറുണ്ടോ? നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വേറെ ഏത് സമുദായത്തെ മനസ്സിലാക്കും? കണ്ടോ, ഞാൻ ആ കവളത്തൊന്ന് മുത്തിക്കോട്ടെ എന്ന് ചോദിച്ച ഹൈന്ദവനോട് തന്റെ മുഖത്തിന്റെ വലത്തേക്ക് അവൾ കാണിച്ചു കൊടുത്ത അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് ചെല്ലുകയാണ്. ഒരു കറുപ്പും മനസ്സിന്റെ അകത്തില്ല, ആരോടും വെറുപ്പില്ല. മദീനയുടെ തിരുമുറ്റത്തേക്ക് ചെന്നിരുന്ന് പൊട്ടിക്കരയുകയാണ്. നമ്മളിൽ പലരും ആദ്യം പോയാൽ അറിയാതെ കരഞ്ഞു പോകുന്ന, വീണ്ടും പോയാൽ അറിയാതെ തളർന്നു പോകുന്ന മദീന എന്ന് പറയുന്നത് ഒരു മാസ്മരിക ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും പിണക്കമില്ലാത്ത, ഒരാളോട് പോലും വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പളുങ്ക് പോലെ കണ്ണാടി പോലെ തിളങ്ങുന്ന മനസ്സുമായി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെല്ലുകയാണ്. എവിടെയാണ് ചെല്ലുന്നത്? ആ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച മദീനയുടെ നായകന്റെ മുറ്റത്ത് ചെല്ലുകയാ. ഓ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച മദീനയുടെ മുത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്ന് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർളനി വഹിയ നായിബതി. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, ഈ അഹ്മദുൽ കബീർ റിഫായി ഒരുപാട് അകലത്തിരുന്ന് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് വിദൂരത്തിരുന്ന് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അന്നെല്ലാം എന്റെ ശരീരം ഇവിടെ വന്നിട്ടില്ല, പക്ഷേ എന്റെ മനസ്സ് വന്നിട്ടുണ്ട് നബിയേ, എന്റെ ആത്മാവ് വന്നിട്ടുണ്ട് നബിയേ. മടപ്പുറത്തിരിക്കുന്ന ലക്ഷക്കണക്കായ എന്റെ മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാൻ പോവുകയാണ്, ഇന്ന് മണപ്പുറത്ത് സമുദായത്തിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവിനെ മദീനയ്ക്ക് കച്ചവടം ചെയ്യുകയാണ്. ആത്മാവിന് എല്ലാം തന്ന നബിതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ശരീരം മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂഹിന്റെ പേര് മുഹമ്മദ് എന്നാണ്, നമ്മുടെ റൂഹിന്റെ സ്ഥലം മദീനത്താണ്, നമ്മുടെ റൂഹിന്റെ ഭക്ഷണം മദീനയുടെ തെന്നലാണ്. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പാടുകയാണ്, ഞാൻ വന്നു നബിയേ, എന്റെ ആത്മാവ് മാത്രമല്ല റസൂലേ, ഇന്ന് വന്നിരിക്കുന്ന എന്റെ ശരീരം കൂടിയാണ് നബിയേ. അതുകൊണ്ട് ഫാദിഹി നൗബത്തുൽ അശ്ബായിക ദുഹലറാ ഫംദുദു യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. നബിയേ, എനിക്ക്
കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, അവിടെ ആ കവാടമൊന്ന് തുറക്കണം നബിയേ. ആ മനോഹരമായ കൈകളിലേക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തിയ കൈകളിലേക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തം തന്ന കൈകളിലേക്ക് അഹ്മദുൽ കബീർ റിഫായി ഒന്ന് മുത്തട്ട നബിയേ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ അകത്ത് കറയില്ല, ഒരു ചെറിയ പൊട്ട് പോലുമില്ല, ഒരു കളങ്കം പോലുമില്ല. അല്ലാഹുവിന്റെ റസൂലേ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിട പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ നബിയേ, അങ്ങെല്ലാവരോടും പൊരുത്തം ചോദിക്കുമ്പോ അങ്ങ് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് ഞാൻ പൊരുത്തം തരണമെങ്കിൽ, എനിക്കത് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ അതുപോലെ അങ്ങയെ തിരിച്ചുപദ്രവിക്കണം നബിയേ. മദീന വിറച്ചു പോയ രംഗമാണ്, സഹാബികൾ ഞെട്ടിത്തരിച്ചു പോയ രംഗമാണ്. സഹാബികൾ നിലവിളിച്ചു, ഉക്കാശ നീ എന്താ ചെയ്യാൻ പോകുന്നത് ഉക്കാശ? ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പൊരുത്തം ചോദിക്കുമ്പോ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ ഉപദ്രവം ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് സമാധാനമില്ല. എന്നിട്ട് ഉക്കാശ റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. പനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയുടെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, യുദ്ധത്തിന് വേണ്ടി അണികളെ ഉണ്ടാക്കി നിർത്തിവെക്കുമ്പോ എന്റെ ശരീരത്തിലേക്ക് അങ്ങൊരു വടി കൊണ്ടാണ് കുത്തിയത് നബിയേ, ആ വടി എന്റെ കയ്യിലേക്ക് തരണം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ആ വടി എടുത്തു കൊടുക്കുമ്പോ പ്രവാചക പ്രേമികൾ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് മുത്ത് നബിയോട് പറഞ്ഞു, നബിയേ, അവിടത്തെ കുപ്പായമൊന്ന് മാറ്റണം നബിയേ. അന്നിങ്ങനെ കുത്തുമ്പോ എന്റെ ശരീരത്തിൽ കുപ്പായമുണ്ടായിരുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ കുപ്പായം അടിച്ചു കൊടുക്കുകയാ. ഇങ്ങനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയോ നബിയേ? അവിടെ എത്ര സ്നേഹത്തിന്റെ പാഠമാണ് തങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഞങ്ങൾ തോറ്റുപോകുന്ന നബിയേ, തോറ്റുപോവുകയാണ്. അത് പറയാനുള്ള യോഗ്യത പോലും പാവപ്പെട്ട ഞങ്ങൾക്കില്ല നബിയേ. എന്നാലും പറയുകയാണ്, ഈ വിശാലമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു മുത്തമ ശരീരത്ത് തരാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഭാഗ്യം കിട്ടിയാലോ. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കുപ്പായം അടിക്കുകയാ. ഉക്കാശ റളിയല്ലാഹു അൻഹു ആ വടി കൊണ്ടുവന്ന് മുത്തായ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് കുത്താൻ പോകുകയാ. ആ വടി അങ്ങോട്ട് ദൂരെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് വസ്ത്രം മാറ്റിവെച്ച പ്രവാചകരുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് പറയുന്ന, നബിയേ, എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ നബിയേ, എത്ര കൊല്ലം കൊണ്ട് കൊതിക്കുന്നതാ നബിയേ, ഈ ഭാഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി എന്നിട്ട് പറയുന്ന, നബിയേ, ഉക്കാശ മുത്തിയ ശരീരത്തിന്റെ കൈയുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടില് കിടന്നുറങ്ങിയ ശരീരത്തിന്റെ കൈയുണ്ടല്ലോ, ഫാത്തിമയെ തലോടിയ കൈയുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിളത്ത് അതേ തലോടിയ കൈയുണ്ടല്ലോ, ബിലാലിന്റെ പൊട്ടിപ്പോയ ശരീരത്തിന്റെ ഭാഗത്ത് തടവിപ്പോയ കൈയുണ്ടല്ലോ, വിശപ്പ് സഹിക്കാനാകാതെ വന്നപ്പോ മസ്ജിദുൻ നബവിയുടെ അകത്ത് കിടന്നുകൊണ്ട് ഒട്ടിയ വയറിലേക്ക് അമർത്തിപ്പിടിച്ച കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങൊന്ന് നീട്ടണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് തന്റെ ഹൃദയം ഇളക്കി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയപ്പോ സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ റൗള ശരീഫിന്റെ കവാടം തുറക്കുകയാ. ആരംഭമുത്തിന്റെ കൈ പുറത്തു വരികയാ. ആ കൈയിലേക്ക് മുത്തം കൊടുക്കുകയാ. സിനിമാ നടന്റെ മുത്തടോ ചെറുപ്പക്കാരോ, സിനിമാ നടിയ മുത്തടോ ചെറുപ്പക്കാരാ, കേവലം ഒരു സീരിയൽ നടിക്ക് വേണ്ടിയിട്ട് ജീവിതം കളയണോ പെണ്ണേ? വേണ്ട വേണ്ട, മനസ്സിനെ ഇളക്കി കൊടുത്തോ. മദീനയുടെ മുറ്റത്ത് പോയി സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കട്ടെ. അതിനു വേണ്ടിയിട്ടൊരു ശ്രമം അല്ലേ? ഒരുമിച്ച് നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ
അൽഹംദുലില്ലാ മദീനയെ ആലുവ മണപ്പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. എത്രയോ ആൾക്കാർ, ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരു പ്രാവശ്യമെങ്കിലും നബി തങ്ങളെ കാണാത്ത ഒരാളെങ്കിലും ഉണ്ടാകാതിരിക്കും. ചിന്തിച്ചു നോക്കി. ആ ആള് ഈ സരസിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ടാവും. അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യമേ എത്ര വലുതാണ് അല്ലേ. എത്ര സഹോദരിമാർ, എത്ര സഹോദരങ്ങൾ ഈ സരസിൽ. കേരളത്തിലെ 2 ലക്ഷം ജനങ്ങൾ മണപ്പുറത്ത് ഒരുമിച്ച് കൂടിയാൽ ഒരാളുണ്ടാവൂലേ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരായി? ഉണ്ടാവൂലേ? ഉറപ്പായിട്ടും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ 100 പേരെ എടുത്ത് എണ്ണി നോക്കിയാൽ മണപ്പുറത്ത് വന്നവർ അതിലുണ്ടെങ്കിൽ അവർ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കേരളത്തിൽ നിന്ന് പോയില്ലേ മലയാളി ഉമർ ഖാദി റളിയല്ലാഹു അൻഹു? സിയാറത്തിന് പോയിട്ടുണ്ടോ വെളിയങ്കോട്? സിയാറത്തൊക്കെ വലിയ വിഷയമാണല്ലോ, വേണ്ട പോട്ടെ, സൗകര്യമുള്ളവർ പോയിക്കോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുറ്റത്ത് പോകുമ്പോൾ മദീനയുടെ ഒരു ഇളം തെന്നൽ അടിച്ചു വീശുന്ന ഒരു സുഖം പലർക്കും, പല മാനസികമായി മദീനയ്ക്കു വേണ്ടി ജീവിക്കുന്നവർക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, വല്ലാഹി തോന്നിയിട്ടുണ്ട്. ഈ വിശാലമായ സദസ്സിന്റെ മുന്നിൽ ഈ നാവ് കൊണ്ട് ഒരു കളങ്കം പോലും വരല്ലേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുക. ഒരു കളവായ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ അല്ലാഹുവേ ഇടവരുത്തല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നത്. മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം, ഒരു വാക്ക് കളവ് വരാൻ പാടില്ല. കാരണം സംസാരിക്കാൻ കഴിയാതെ 3 മാസം കിടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തെങ്കിലും പറഞ്ഞു പോയോ പടച്ചവനെ? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അല്ലാഹു എനിക്ക് തന്ന വിജയത്തിന്റെ ഒരു കുറച്ച് ദിവസത്തെ വിശ്രമമായിരുന്നു അല്ലേ. ഒരാൾ ഓടുന്നതിന് മുമ്പ് ഒരു കാലം എന്തായാലും പുറകിലോട്ട് വെക്കുമെന്ന് എനിക്ക് പറഞ്ഞു തന്ന ഗുരുനാഥന്മാരും എന്റെ സഹപാഠികളും ഈ സദസ്സിലുണ്ട്. അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അതുകൊണ്ട് ആ ഉമർ ഖാദി എത്രയോ പറഞ്ഞു നബി തങ്ങളെ കുറിച്ച്, എന്തൊക്കെ മദ്ഹ് പറഞ്ഞു, എന്തൊക്കെ അമലുകൾ ചെയ്തു. എത്ര ഏറ്റവും വലിയ പ്രവാചക പ്രേമത്തിന്റെ കാവ്യം പോലും എഴുതിയ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് റൗള ശരീഫിന്റെ ആ മദീനയുടെ കാറ്റ് വന്നിട്ട് റൗള ശരീഫിന്റെ പ്രേമം പൂവണിഞ്ഞു അടയാളമായി അതിന്റെ കവാടങ്ങൾ തുറന്നിട്ട് അകത്തേക്ക് വിളിച്ചില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിനെ? അത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അത് അവർക്കൊക്കെയോ സാധിക്കുള്ളൂ, നമ്മളൊന്നും അവിടെ എത്തൂല എന്ന് തീരുമാനിക്കരുത്. ഇന്നക ജുർമുൻ സഗീറുൻ ഫീ കംദവൽ ആലമുൽ അക്ബർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ ആരോട്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാ, അലിയേ നീ വിചാരിക്കും നീ ഒരു ചെറിയ ഉറുമ്പാണെന്ന് വിചാരിക്കും. ഇന്നക തസ്ഉമു ജുർമുൻ സഗീറുൻ, നീ ഒരു ചെറിയ ഉറുമ്പാണെന്ന് കരുതും അലിയേ. പക്ഷേ ഫീ കംദവൽ ആലമുൽ അക്ബർ, നിന്നിൽ ഒരു വലിയ ലോകമുണ്ടെന്ന്, നിന്നിൽ ഒരു വലിയ ലോകമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലോകം ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ ആലുവയും എറണാകുളവും തൃശ്ശൂരും മലബാറും കാസർഗോഡും ഉൾപ്പെടെയുള്ള ലോകം നമുക്ക് പുല്ലുപോലെ വലിച്ചെറിയേണ്ടി വരും. ആ ലോകത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ അലിയാരി തങ്ങൾ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് യാ കിറമൽ ഖുറമാല താബിക്കും ഉമറുൽ ഫഖീരിൽ മുർതദി ലിജനാബിക്കും. കരഞ്ഞ നിറകണ്ണുകളോട് പൊട്ടി തകർന്ന മനസ്സോടുകൂടി ബൈത്തുപാടി നിലവിളിച്ചപ്പോ പ്രേമഭാജനത്തിന്റെ മുമ്പിലേക്ക്, ആശിഖ് റസൂലിന്റെ മുമ്പിലേക്ക് ഇഷ്കിന്റെ പേമാരി പെയ്യിപ്പിച്ച മദീനയുടെ ഇളം തെന്നലിന്റെ സൗകുമാര്യത കൊണ്ട് കവാടങ്ങൾ തുറക്കുകയാ. അല്ലാഹുവേ എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്? അവരിൽ ഒരാളുടെയും മനസ്സിന്റെ അകത്തൊരു കറുപ്പ് പോലുമില്ല. അയൽവാസികളോട് പിണങ്ങിക്കഴിയുന്ന മുസ്ലിമേ, ഈ മണപ്പുറം അതിനൊരു മാറ്റമുണ്ടാകട്ടെ. കുടുംബത്തിനോട് പിണങ്ങിക്കഴിയുന്ന, ബന്ധുമിത്രാദികളോട് പിണങ്ങിക്കഴിയുന്ന, കൂടപ്പിറപ്പുകളോട് തർക്കിക്കുന്ന മുസ്ലിമേ, ഈ മണപ്പുറത്തിന്റെ രാത്രി അതിനൊരു മാറ്റമുണ്ടാക്കി തരട്ടെ. എന്നിട്ട് സന്തോഷത്തോടെ സ്നേഹിക്കുക,
അയൽവക്കത്ത് കഴിയുന്ന ശാരദയെയും പ്രസന്നയെയും അതേ പത്മിനിയെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. അയൽവക്കത്ത് കഴിയുന്ന ഭാർഗവനെയും അയൽവക്കത്ത് കഴിയുന്ന ഭാരതാംബയുടെ മണ്ണിൽ കഴിയുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങള് മുസ്ലിമാണ് മാത്രമേ ഞാൻ ഇഷ്ടപ്പെടൂ എന്ന് ചിന്തിക്കാറ് സ്നേഹത്തിന്റെ പർവ്വതം പണിയോ. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സ് വെക്കുക, ഒരു കറുപ്പ് നിന്റെ മനസ്സിലില്ലാതെ വന്ന അവിടെ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ മുമ്പിലേക്ക് വരികയാ. ബഗ്ദാദിൽ ഒരു മഹാനായ പ്രവാചക പ്രേമി ഉണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലെന്ന് ഒരാൾ മുമ്പ് പോയി പറഞ്ഞ ആ മഹാനുഭാവൻ പെട്ടെന്ന് പറയുന്ന എന്തെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഗ്ദാദിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന വലിയ ഒരു പ്രവാചക. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ആ ബഹുമാനപ്പെട്ടവരുടെ മുമ്പ് വന്നിട്ടൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുന്നത് എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതുപോലെ ഒരു 3 സ്വലാത്തിലെ നല്ല ശബ്ദത്തിൽ, സ്വലാത്ത് നല്ല കുറവായിരുന്നു, നല്ല ശബ്ദത്തിൽ സല്ലല്ലാഹു. ഇത്രയും വലിയ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയില്ലേ? കോടിക്കണക്കിന് സ്വലാത്ത് ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ അതിൽ ഒരു സ്വലാത്ത് എന്റേതാവാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയാൽ എത്ര അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞിട്ടേ കിടക്കാം. നിങ്ങൾ ഭാഗ്യവാന്മാർ. കോടിക്കണക്കിന് സ്വലാത്ത് ഇവിടെ നിന്ന് ഉയരുമ്പോൾ അതിൽ ഒന്ന് എന്റേതാണല്ലോ പടച്ചവനെ എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നിലവിളി. അത് പറയാതിരിക്കാൻ കഴിയൂല. അത് അങ്ങനത്തെ ഒരു പ്രേമമായി. പ്രേമം പല രൂപത്തിലാണ് അല്ലെ? നിങ്ങൾ തന്നെ ചിന്തിച്ചേ, പ്രേമം പല രൂപത്തിലാണ്. മദീനയുടെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഒരിക്കലും ബഗ്ദാദിൽ നിന്ന് വരുന്ന മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് എന്ന് പറയുന്ന ഒരാളെ മദീനയിലേക്ക് വിടാൻ പാടില്ല. മദീനയിലേക്ക് വിടാൻ പാടില്ല, തടയണം. മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് മദീനയിലേക്ക് വരാൻ വേണ്ടി ഇന്നത്തെ പോലെ മണിക്കൂറുകൾ കൊണ്ട് മദീനയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി പാറിയെത്തുന്ന സൗകര്യമൊന്നില്ല. ബഗ്ദാദിൽ നിന്ന് വരുന്നവരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് രാജാവ് സെക്യൂരിറ്റി ഏർപ്പെടുത്തുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാചക പ്രേമികള് മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അവരെല്ലാവരോടും ചോദിക്കുകയാ, നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദാണോ എന്ന് ചോദിക്കുകയാ. ഒരാൾ പോലും ആ പേര് പറയുന്നില്ല. ഒരാൾ പോലും അത് ഞങ്ങളാണെന്ന് പറയുന്നില്ല. അവസാനം നോക്കുമ്പോ മെലിഞ്ഞുണങ്ങിപ്പോയ വയോവൃദ്ധനാര് മെലിഞ്ഞുണങ്ങിപ്പോയ ഒരു മനുഷ്യൻ വരികയാണ്. പക്ഷേ ആ മനുഷ്യന്റെ മുഖമുണ്ടല്ലോ വല്ലാത്ത പ്രകാശമാണ്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ ഒരാളോട് പോലും വെറുപ്പില്ലാത്ത മനസ്സിന്റെ തെളിച്ചം ആ മുഖത്ത് പ്രകടമായപ്പോ സംഘാടകരിൽപ്പെട്ട മദീനയുടെ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്നു. സംഘാടകർ സെക്യൂരിറ്റികൾ ചോദിക്കുകയാ, നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി എന്താ? നിങ്ങളുടെ ജോലി എന്താന്ന് ചോദിച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ ജോലി എന്ന് പറയുന്ന ഒരൊറ്റ ജോലിയാ. എന്റെ ജോലി എന്ന് പറയുന്ന ഒരൊറ്റ ജോലിയാ. ആ ജോലിയുടെ പേരെന്തെന്നറിയോ? റസൂൽ. എന്റെ ജോലി എന്താന്ന് ചോദിച്ചപ്പോ എന്റെ ജോലി പ്രവാചക പ്രേമമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജോലി പ്രവാചക പ്രേമമാണ്. അപ്പൊ ഇവർക്ക് സംഭവം മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. രാജാവ് പറഞ്ഞ് പിടിക്കാൻ പറഞ്ഞ ആളാ വന്നിരിക്കുന്നത്. ഉടനെ ചോദിച്ചു നിങ്ങൾ മദീനയിലേക്ക് പോവാണോ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ഒരു ആർത്തിയാണ്, ആവേശമാണ്, ആഗ്രഹമാണ് മദീനയിലെത്തുക എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് ചെറിയ ചെറിയ നിയമ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇയാൾ രാജാവ് പറഞ്ഞ ആള് തന്നെ എന്നറിയണമെങ്കിൽ ഒരു അടയാളം കൂടിയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒന്ന് പറയുക. ഉച്ചത്തിൽ അയാൾ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ വിചാരിച്ച ആള് തന്നെയാണ്. ഇവരിൽ ഒരാളങ്ങ് പറഞ്ഞപ്പോൾ രണ്ട് കൈ കൊണ്ട് നെഞ്ചത്തെ കടിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നൊന്ന് പറഞ്ഞതും ഇവര് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് മദീനയിലേക്ക് കടക്കാനുള്ള പെർമിഷൻ നിഷേധിച്ചിരിക്കുകയാണ്. അവള് പറഞ്ഞു, പറ്റൂല, എനിക്ക് പോണം. രാജാവ് പറഞ്ഞു, ഇല്ല, നിങ്ങളെ മദീനയിലേക്ക് വിടില്ല. അയാൾ ഓടാൻ പോയപ്പോ കൈകാലുകൾ പിടിച്ച് കെട്ടിയിട്ടു. മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് റളിയല്ലാഹു അൻഹു ആ തൂണിന്റെ ചോട്ടിൽ കിടന്നുകൊണ്ട് കരയുകയാ, അല്ലാഹുവേ, ഒരാളോട് പോലും ഞാൻ വെറുപ്പ് കാണിച്ചില്ല. എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല റബ്ബേ. എന്റെ മനസ്സ് നിറച്ച് മുത്തുനബിയാണ്. മുത്തുനബി മനസ്സ് നിറഞ്ഞിരിക്കുന്ന നബിയേ, മുത്തുനബി മനസ്സ് നിറഞ്ഞിരിക്കുന്ന റബ്ബേ. അതുകൊണ്ട് മദീന വേണം റബ്ബേ, മദീന വേണം. പക്ഷേ അനുവദിച്ചില്ല. രാജാവ് തിരിച്ചു വിടുകയാണ്, രാജാവ് തിരിച്ചു വിടുകയാ. മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാ. രണ്ടാമതും വന്നു, പിടിച്ചിട്ട് തിരിച്ചു വിട്ടു. പക്ഷേ രാജാവിനൊരു സംശയം, എന്തുകൊണ്ട് നബിതങ്ങൾ അവിടെ, എന്തുകൊണ്ട് പൊന്നാര നബിതങ്ങൾ മദീനയിലേക്ക് മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദിനെ കടത്തണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ കടത്തണ്ട എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് എന്ന് പറയുന്ന ബഗ്ദാദ് സ്വദേശിയായ മനുഷ്യന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് വന്ന് സലാം പറഞ്ഞാൽ ആ പ്രേമത്തിന്റെ കാറ്റേറ്റുകൊണ്ട് എനിക്കവിടെ കിടക്കാൻ കഴിയൂല. ഞാൻ റൗളാ ശരീഫിൽ നിന്ന് പുറത്തു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തൊരു പ്രവാചക പ്രേമം! 10 സ്വലാത്ത് ചൊല്ലിയിട്ട് മദീന വേണമെന്ന് ദുആ ചെയ്യുന്ന മണ്ടന്മാരെ ആലോചിച്ച് നോക്കി. ഇവരുടെ മുന്നിൽ നമ്മളൊക്കെ മരമണ്ടന്മാരാ. ഈ പ്രേമികളുടെ മുന്നിൽ അല്ലാത്തവർക്ക് പ്രതിഫലമാണ്, പക്ഷേ ഇവരുടെ മുന്നിൽ നമ്മൾ വെറും മണ്ടന്മാരല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പ്രവാചക പ്രേമി എന്റെ റൗളാ ശരീഫിന്റെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്കവിടെ കിടക്കാൻ കഴിയില്ല. ഞാൻ എഴുന്നേറ്റ് വന്ന് മുസാഫഹത്ത് ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ആ പ്രവാചക പ്രേമിയെ എന്റെ മുമ്പിലേക്ക് വിടരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവര് സ്നേഹിച്ചതിന്റെ കോടാനുകോടികളിൽ ഒരംശം നമ്മുടെ മനസ്സ് അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം വാങ്ങി വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതിയോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? അതുകൊണ്ട് മനസ്സ് നിറച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ ഹബീബിനെ ഇതുപോലെ ഇഷ്ടപ്പെടണം. അവസാനം മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് വന്നത് എങ്ങനെയെന്നറിയോ? ബഗ്ദാദിലുള്ള വിറക് വെട്ടുകാരിൽ ഒരാളെ, വിശ്വാസിയായ ഒരാളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിറക് കെട്ടിനിടയിൽ കയറി ഞാൻ വരാം, എന്നെ ഒന്ന് മദീനത്തെത്തിക്കണം. ആരും പരിശോധിക്കൂലല്ലോ. വലിയ വിറക് ശേഖരം ചുമന്നുകൊണ്ട് പോയതിനിടയിൽ മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് റളിയല്ലാഹു തആല അൻഹു വിറകുകൾക്കിടയിൽ കയറി കിടക്കുകയാ. ചുമന്നുകൊണ്ട് പോവുകയാ. സുബ്ഹാനല്ലാഹ്. മദീനയുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് മദീനയുടെ രാജാവ് വീണ്ടും സ്വപ്നം കാണുകയാ. ബഗ്ദാദിൽ നിന്ന് അയാൾ വീണ്ടും വന്നിട്ടുണ്ട്. മദീനയിലേക്ക് കടത്തല്ലേ. വീണ്ടും സ്വപ്നം കാണുകയാണ്. വീണ്ടും പരിശോധന, ശക്തമായ പരിശോധന. അവസാനം വ്യക്തികളെ പരിശോധിച്ചിട്ട് ഇങ്ങനെ ഒരാള് ഇതിന്റെ കൂട്ടത്തിലില്ല എന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്തത്? ഇങ്ങനെ ഒരാളില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും അവസാനം ചെയ്തതെന്താ? ഓരോ കെട്ടിന്റെ മുമ്പിൽ എത്തുമ്പോൾ നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു വിറക് കെട്ടിന്റെ അകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴുകയാണ്. അവർ ചെന്ന് നോക്കുന്നോ ഇറ്റ് വീഴുന്ന വെള്ളമെടുത്ത് നാവിലേക്ക് തൊടുമ്പോ അതിനുപ്പ് രസമാണ്.
ഉറവയാണ്. വിറകുകെട്ടിന്റെ ഇടയിൽ നിന്ന് ഉറവ വെട്ടുകയാണ്. എന്തിന്റെ ഉറവയാ? കണ്ണീരിന്റെ ഉറവയാണ്. പ്രേമത്തിന്റെ കണ്ണീരിന്റെ ഉറവയാണ്. മദീനയുടെ മണവാളനോടുള്ള ഇഷ്ടത്തിന്റെ നീരുറവയാണ്. ആ വിറകുകെട്ടിന്റെ കത്തിരുന്ന് ഉയരുകയാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിറകുകെട്ടിന്റെ കത്തിരുന്ന് വിറക് പൊളിച്ചെടുത്ത് ആളെ പുറത്തെടുക്കുകയാ. എന്നിട്ട് തിരിച്ചു വിടുമ്പോ മദീനയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മദീനയുടെ കാമ്പൗണ്ടിന്റെ മുമ്പിൽ കിടക്കുകയാ. അവിടെ കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വരികയാ. പറയുകയാണ് യാ അബൂബക്കർ, ഏ അബൂബക്കർ ബിൻ റഷീദേ, നീ വിഷമിക്കണ്ട. ആരും തടയാത്ത ലോകത്ത് വെച്ച് നിനക്ക് ഞാൻ മുത്തം തരാ. അതുകൊണ്ട് നീ ഇന്ന് മരിക്കാൻ പോവുകയാണ്. പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ നീരുറവയില് മുങ്ങിക്കുളിച്ച് മരണപ്പെട്ടു പോരാ പ്രവാചക പ്രേമികളുടെ പിൻതലമുറയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണണ്ടേ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ.